ഡിഫറൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്കുള്ളൊരു അനുഭവമായിരിക്കും. അത് നിങ്ങൾ ചെയ്ത് തന്നെ അറിയും. ഞാനിതിലാണ് നേദിക്കാറ്. വികൃതിത്തരങ്ങളുള്ള നമ്മളെ മനസ്സിനെ അങ്ങ് കേശവൻ എന്ന് പറഞ്ഞത് ഭയങ്കര വികൃതിയായിട്ടുണ്ടായിരുന്ന ഒരു ആനയാണ്. വളച്ചിട്ടില്ലാത്ത കാര്യത്തിലേക്ക് കിടക്കുക. ഇന്നത്തെ വീഡിയോ നമുക്ക് എങ്ങനെയാണ് ഒരു പൂജാ സ്പേസ് അറേഞ്ച് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. ഞാൻ താമസിക്കുന്നത് റെന്റിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരു പൂജാ മുറിയായിട്ടൊന്നുമില്ല. പിന്നെ വലിയ അലമാരയും കാര്യങ്ങളൊക്കെ വലിയ ക്യാഷൊക്കെ കൊടുത്തിട്ട് വാങ്ങേണ്ടി വരുമല്ലേ. അതിപ്പോൾ നമുക്ക് എല്ലാ സ്ഥലത്തും എല്ലാവർക്കും അത് അനുയോജ്യമാവണമെന്നില്ല. അപ്പോൾ വെറും ഒരു ചുവര് മാത്രം നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നമുക്ക് കിട്ടിയാൽ മതി. ആ ഒരു സ്പേസിൽ നമുക്ക് എങ്ങനെ എത്ര നല്ല വൃത്തിയായിട്ട് പൂജാ റൂം അറേഞ്ച് ചെയ്തെടുക്കാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ കാണിച്ച ചുവരിൽ കുറച്ച് പിക്ചേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഞാൻ ഒട്ടിച്ച് വെച്ചതാണ്. കാരണം ഓൾറെഡി ഞാൻ അത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. രണ്ടാമത് അത് റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് എടുത്തതായതുകൊണ്ടാണ് നിങ്ങൾ പിക്ചർ പിന്നെ അത് കണ്ടത്. അല്ലാതെ ഫോട്ടോസ് എങ്ങനെയാണ് വെക്കുന്നുള്ളത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് പലർക്കും പല ഇഷ്ടങ്ങളായിരിക്കും അല്ലേ. പല രീതിയിലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അങ്ങനെ വേണമെന്നുണ്ടാവും. അപ്പോൾ അത് നമ്മൾ ആദ്യം കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് ഞാനിപ്പോൾ ചെയ്ത പോലെ നിങ്ങൾക്ക് ചുവരിന് ആണി അടിച്ച് വെച്ച് നമുക്ക് സെറ്റാക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഒരു ടേബിളും കൂടി ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇത് പൂജാ സ്പേസ് വെച്ചിട്ടുള്ളത്. അപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈശ്വര വിശ്വാസമുള്ള ആൾക്കാർക്ക് എന്തായാലും ഒരു പൂജാ സ്പേസ് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് അത്യാവശ്യമാണ് അല്ലേ. അപ്പം നമ്മൾ അലമാര ഇല്ലാന്നോ അല്ലെങ്കിൽ പൂജാമുറി ഇല്ലാന്നൊന്നും പറഞ്ഞിട്ട് വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. വെറും ഒരു ചുവര് കിട്ടിയാൽ ആ ചുവര് നമുക്ക് നല്ല വൃത്തിയായിട്ട് ഒരുക്കിയെടുക്കാൻ വേണ്ടി പറ്റും. വെറും ബ്ലാങ്ക് ആയിട്ട് കിടന്ന ചുവര് നിറച്ച് ഫോട്ടോ വെച്ച് അവസാനം ഒരുക്കിയിട്ട് കാണുന്ന സമയത്ത് നമ്മളെ മനസ്സിനും കണ്ണിനും അത് എത്രമാത്രം ആനന്ദം തരുന്നുള്ളത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പം നമ്മൾ തന്നെയാണ് നമ്മളെ വീട്ടിലൊരു പോസിറ്റീവ് എനർജി കൊണ്ടുവരേണ്ടത്. ഇതുപോലെ ഫോട്ടോസൊക്കെ നല്ല രീതിയിൽ വെച്ചിട്ട് വിളക്ക് വെക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു എനർജി എന്ന് പറയുന്നത് നമുക്കത് വാക്കിലൂടെ ഒന്നും ഒരിക്കലും കിട്ടുന്നതല്ല. നമ്മളത് ചെയ്ത് അനുഭവിച്ചറിഞ്ഞാൽ അതിൻ്റെ ഒരു സന്തോഷം നമുക്കത് നുകരാൻ പറ്റും. അപ്പം നല്ല വൃത്തിയായിട്ട് വെക്കാനും കൂടി ശ്രദ്ധിക്കണം. ഞാൻ എല്ലാ സാധനങ്ങളും ഇപ്പം നമുക്ക് ഉപയോഗിക്കുന്ന തീപ്പെട്ടി ആയിക്കോട്ടെ, എണ്ണ, അങ്ങനെ എല്ലാം ഞാൻ ഈ ഒരു സ്ഥലത്ത് ഞാൻ ഒതുക്കിയ ഒരു സ്ഥലത്ത് തന്നെ വെക്കാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്കത് അതിന് പറ്റിയിട്ടുണ്ട്. ഈ ചുവരിൽ ഇത്രയും ഫോട്ടോസ് വെച്ചിട്ട് പിന്നെ എനിക്ക് ആവശ്യം വേണ്ടി വന്നത് ഒരു ടേബിളാണ്. അപ്പോൾ ആ ടേബിളും കൂടെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇപ്പം ഞാൻ വെച്ച ഈ വെങ്കടേശ്വരൻ്റെ പ്രതിമയുണ്ടല്ലോ, അതെൻ്റെ മോൻ ഒന്ന് പേപ്പറിൽ ചെയ്തതും, ഞാൻ ആദ്യം വെച്ചത് മോൻ കളിമണ്ണിൽ ചെയ്തതും രണ്ടാമത് വെച്ചത് മോൻ പേപ്പറിൽ ചെയ്തതാണ് കേട്ടോ. പിന്നെ ഞാൻ ചെറിയ ഫോട്ടോ താഴെ വെച്ചത് അത് മാടായിക്കാവിൽ അമ്മേൻ്റെ ആ ഒരു ഫോട്ടോ ആണ്. എനിക്കറിയില്ല എത്ര പേർക്ക് അറിയാമെന്നുള്ളത്. നമ്മളെ കണ്ണൂർ ജില്ലയിലുള്ള ക്ഷേത്രമാണത്. ഇറച്ചി വഴിപാടുള്ളത്, ചെറുപയറും ഇറച്ചിയും കിട്ടുന്ന സ്ഥലം. എനിക്ക് തോന്നുന്നു യൂട്യൂബിലൊക്കെ കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും. അപ്പം ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയാണ് ഇപ്പം നിങ്ങൾ അവിടെ വെച്ചത് കണ്ടത്. സോറി, ഞാൻ ഇറച്ചി വഴിപാട് എന്നാണല്ലേ പറഞ്ഞത്. പ്രസാദാട്ടാ, മാടായിക്കാവിൽ അമ്മേൻ്റെ പ്രസാദമാണ്. ആ ചെറുപയറും ചിക്കനും കൂടെ മിക്സ് ആയിട്ടുള്ള ആ ഒരു പ്രസാദം. ആരെങ്കിലും മാടായിക്കാവിലേക്ക് വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരണം. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അനുഭവമാണ് അമ്പലത്തിൽ. പിന്നെ വിളക്ക്, കിണ്ടി, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആ ടേബിളിൻ്റെ ടോപ്പിൽ വെച്ചു. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ടേബിള് വീലുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ നല്ല സൗകര്യമാണ്. അപ്പം ഇതുപോലുള്ളതാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ കൂടുതൽ ഉപകാരമായിരിക്കും. പിന്നെ ഓരോരാൾ ഇഷ്ടമാണ് എങ്ങനത്തെ ഉള്ളതെന്നുള്ളത്. എന്തായാലും നമ്മളെ കയ്യിലില്ല ഒരു എന്തെങ്കിലും ഒന്ന് മതി, ജസ്റ്റ് നമുക്ക് വിളക്കും കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താണെന്ന് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈശ്വര വിശ്വാസമുള്ള ആൾക്കാരാണെങ്കിൽ ബ്ലാങ്ക് ആയിട്ട് ഒരു ചുവര് നിങ്ങൾ വെക്കുന്നതും നമ്മൾ നിറച്ച് ഇങ്ങനെ ഫോട്ടോ വെച്ച് അത് ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ട് അത് കാണുന്നതും എന്തായാലും ഒരു പോസിറ്റീവ് എനർജിയാണ്. അപ്പം ഇങ്ങനെ ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ, അതായത് ഈശ്വരവിശ്വാസം ഉണ്ടായിട്ടും അല്ലെങ്കിൽ പൂജാ സ്പേസ് ഇല്ല, പൂജാമുറി ഇല്ല, അലമാര വാങ്ങാൻ പറ്റുന്നില്ല, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ആരെങ്കിലും അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്തു നോക്കുക. എന്തായാലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്കുള്ളൊരു അനുഭവമായിരിക്കും. അത് നിങ്ങൾ ചെയ്ത് തന്നെ അറിയണം. അതായത് ഒരു വെറും ചുവരിന് പുറത്ത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പം ആ അത്രയും സ്പേസ് എങ്ങനെ ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു ഏരിയ ആയി മാറുന്നുള്ളത് നമ്മളത് ചെയ്ത് നോക്കിയാലേ അറിയൂ. ഈ ടേബിളിൻ്റെ താഴെ ഗോപീചന്ദനം, മൂകാംബികയിലെ കുറി, കുങ്കുമം, ഭസ്മം, അങ്ങനെ നമ്മൾക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ ഓരോരോ ഡബ്ബയിലാക്കിയിട്ട് ഈ ഒരു ബോക്സിൽ വെച്ചാൽ ഒരു ഭാഗത്തങ്ങ് ഒതുങ്ങിക്കിടക്കും.
പിന്നെ ഭഗവാന് നേദിക്കാനുള്ള പ്ലേറ്റാണ്, ഗ്ലാസും പ്ലേറ്റും ഞാനിതിലാണ് നേദിക്കാറ്. ഇതൊരു സൈഡിൽ വെച്ചു. അത് കഴിഞ്ഞ് താഴെ ഭഗവത്ഗീത, ഇത് പ്രഭുവാദ്രയാട്ടോ ഭഗവത്ഗീത. താഴെ വരുമ്പോൾ വിഷ്ണു സഹസ്രനാമം, പിന്നെ ബാക്കിയുള്ള കുറേ ബുക്കുകൾ. ഇത് ഞാൻ ഗുരുവായൂർ സമർപ്പിക്കാൻ നാമജപം എഴുതി സമർപ്പിക്കാൻ വെച്ച ഡയറിയാണ്. ആ പേനയും ആ ബുക്കും അങ്ങനെ തന്നെ സമർപ്പിക്കാമെന്ന് വിചാരിക്കുന്നു, അത് എഴുതിയതുകൊണ്ട്. പിന്നെ ഇത് വരുന്നത് ഭഗവാന് ചാർത്തിയ മാലയാണ്. ഇത് ഞാൻ സ്ഥിരം പോകുന്ന ചക്രവാണി ക്ഷേത്രത്തിൽ ഭഗവാന് ചാർത്തിയ മാലയാണ്. അതിലൊന്ന് തുളസിമാലയും മറ്റൊരു, അതിൻ്റെ പേരെനിക്കറിയില്ല, പൂവിൻ്റെ. അപ്പോൾ സാധാരണ എല്ലാവരും വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ അത് പിന്നെ തുളസിയുടെ ചുവട്ടിലിടുക, അങ്ങനെ എന്തോ ചെയ്യൽ. പക്ഷെ ഞാൻ കളഞ്ഞില്ല, എനിക്കത് സൂക്ഷിക്കണം എന്ന് തോന്നി. ഞാനൊരു ഡബ്ബ വാങ്ങി കഴുകിയത് വൃത്തിയാക്കിയിട്ട് ഞാൻ അതിൽ വെച്ചു. താഴെ ഉരുളി വിഷുവിന് കണിയൊക്കെ ഒരുക്കുന്ന അതിലാണ്. ഇത് മോനാക്കിയതാണ് കളിമണ്ണ് വെച്ചിട്ട്. അപ്പോൾ ഈ ഭാഗത്ത് ഇങ്ങനെ ചെയ്തു. തൊട്ട് മുകളിലായിട്ട് ഭഗവത്ഗീത പുസ്തകങ്ങൾ അങ്ങനെ വെച്ചു. ഇതിൻ്റെ സൈഡിൽ വരുന്നത് ഫോട്ടോ, ഞാൻ വിളക്കൊക്കെ തുടക്കാൻ ഉപയോഗിക്കുന്ന തുണിയാണ്, അതൊരു ഡബയിലിട്ടിട്ട് അങ്ങനെ വെച്ചു. പിന്നെ താഴെ വരുമ്പോൾ നമുക്ക് വിളക്കിലൊഴിക്കാൻ എണ്ണ വേണമല്ലോ, അപ്പോൾ അത് ഈ ഭാഗത്ത് അതിൽ എണ്ണ തീർന്നിട്ടാണ് ഉള്ളത്. തീപ്പെട്ടി, പിന്നെ വിളക്കിൽ വെക്കുന്ന തിരി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ. അപ്പോൾ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് സത്യസന്ധമായിട്ട് പറയാട്ടോ. കാരണം ഇങ്ങനെ പൂജാമുറി ഇല്ലാതെ കുറേ ആൾക്കാർ പല രീതിയിൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളെ ഐഡിയാസും നിങ്ങൾ ചെയ്യുന്ന രീതികളും എങ്ങനെയാണെന്നുള്ളത് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാവുന്നതാണ് വീഡിയോയിൽ. ഈ ഫോട്ടോസിൻ്റെ അങ്ങേ തലക്കൽ നിങ്ങൾ ഒരാളെ കണ്ടിട്ടുണ്ടാവും, ശ്രദ്ധിച്ചിനോ എന്ന് എനിക്ക് അറിയില്ല. ഒരു ആനേൻ്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടാവും അല്ലേ, അത് ഗുരുവായൂർ കേശവൻ്റെ ഫോട്ടോ ആണ്. ആ ഒരു ഫോട്ടോക്ക് വേണ്ടിയിട്ട് ഗുരുവായൂർ കുറേ സ്ഥലത്ത് ഞാൻ അന്വേഷിച്ച് നടന്നു. ഒരു കടയിലും കേശവൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നില്ല കേട്ടോ. വേറെ ഏതോ ഒരു ആന, എനിക്ക് തോന്നുന്നു പത്മനാഭൻ അങ്ങനെ എന്തോ തോന്നുന്നു പേര് കണ്ടത്. അപ്പം കേശവൻ എവിടെ ഉണ്ടായിരുന്നില്ല. ഒരു കടയിൽ ഈ ഒരൊറ്റ ഫോട്ടോ ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് പറഞ്ഞു വെച്ച പോലെ, കാരണം ഞാൻ അത്ര ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഫോട്ടോക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഗുരുവായൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ് ആ ഗുരുവായൂർ കേശവൻ്റെ ഫോട്ടോ. പിന്നെ മയിൽപ്പീലി, ഈ കാണുന്ന മയിൽപ്പീലി പോരാ, എനിക്ക് ഒരുപാട് മയിൽപ്പീലി വേണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതും എനിക്കിനി ഗുരുവായൂർ പോകുന്ന സമയത്ത് തന്നെ നിറച്ച് വാങ്ങിക്കൊണ്ടിരുന്നുണ്ട്. അപ്പം എനിക്ക് ആ ഒരു കുപ്പി മാറ്റിയിട്ട് വേറെ ഇതിലേക്കും നല്ല രീതിയിൽ മാറ്റണമെന്നും കൂടെ എനിക്കിപ്പം ആഡ് ചെയ്യാൻ എൻ്റെ മനസ്സിലുള്ളൊരു കാര്യമാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ കേശവൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. കേശവൻ എന്ന് പറഞ്ഞത് ഭയങ്കര വികൃതിയായിട്ടുണ്ടായിരുന്ന ഒരു ആനയാണല്ലേ. ആ ആന ഭഗവാനിൽ മനസ്സർപ്പിച്ച സമയത്ത് ഭഗവാനിൽ നടയിരുത്തിയതിന് ശേഷം ഭഗവാന്റെ പ്രസാദമൊക്കെ കഴിച്ച് വന്നില്ല മാറ്റങ്ങൾ കഥകളിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ഭഗവാനോട് അടുത്ത സമയത്ത് കേശവൻ അങ്ങനെ ഭഗവാനിലേക്ക് തന്നെ അവസാനം ലയിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അവസാന മരണകാലത്തിലെ കാര്യങ്ങളൊക്കെ ഒരുവിധം കേശവൻ്റെ കഥ കേൾക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും. അപ്പം ഇങ്ങനെ പലതര വികൃതിത്തരങ്ങളുള്ള നമ്മളെ മനസ്സിനെ അങ്ങ് ഭഗവാനിലേക്ക് സമർപ്പിക്കുക. ഭഗവാൻ നമ്മളെ നല്ല രീതിക്ക് മുന്നോട്ട് നയിക്കുന്നതാണ്. അങ്ങനെയുള്ളൊരു മനസ്സും അങ്ങനെയുള്ളൊരു നന്മയും സ്നേഹവും ഒക്കെ നമ്മളെ മനസ്സിൽ സർവേശ്വരൻ നിറച്ച് തരട്ടെ. ആ ഭഗവാന്റെ കടാക്ഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ.